ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജംഗീസ് ഖാന്റെ പ്രതിമയോട് തൊട്ട് മുന്നിലാണ്. അപ്പോൾ ഈ പ്രതിമയുടെ തൊട്ട് മുന്നിലെത്തുന്നതിന് വേണ്ടി നമ്മൾ കുറേ കഷ്ടപ്പെട്ടു. അത് തന്നെ കാര്യം. അതൊരാഗ്രഹമായിരുന്നു. നടന്നു കയറിയാൽ എങ്ങനെയിരിക്കും. അപ്പം നമ്മുടെ സാഹസികരായ ചില സുഹൃത്തുക്കൾ ലെൻ പറ്റിച്ചതല്ല, പുള്ളിക്കാരൻ സാഹസികനായതുകൊണ്ട് ഞാൻ നടന്നു തന്നെ കയറും എന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ ഞാനും ബെന്നി ചേട്ടനും ഞങ്ങളൊരല്പം കുഴങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇപ്പം നടന്നു കയറി ഇവിടെ എത്തി. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഇക്വസ്ട്രിയൻ പ്രതിമ എന്ന് പറയുന്നത് കുതിരസവാരി ചെയ്യുന്ന മനുഷ്യൻ്റെ പ്രതിമ, വ്യക്തിയുടെ പ്രതിമ എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ പ്രതിമയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയല്ല, അത് നമ്മുടെ അയൺമാൻ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇക്വസ്ട്രിയൻ സ്റ്റാച്യു, ലോകത്തിലെ ഏറ്റവും വലുത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ അശ്വാരൂഢ നായകൻ്റെ പ്രതിമയാണ് സുഹൃത്തുക്കളെ. ആ ഒരു പ്രതിമയിൽ നടന്നു കയറാൻ അതൊരു ഭാഗ്യമായി കരുതുന്നു. അതിന് കാരണഭൂതനായ ലെനിന് നന്ദി. ഇനി വയ്യാത്തവർക്ക് ഇതിങ്ങനെ കഷ്ടപ്പെട്ട് ഇതിൻ്റെ മുകളിൽ കയറി വന്നുകൊള്ളണം എന്നില്ല. അതിന് ലിഫ്റ്റുണ്ട്. ലിഫ്റ്റിൽ ഐശ്വര്യമായിട്ട് സമാധാനമായിട്ട് പതുക്കെ കയറി വരാവുന്നതേ ഉള്ളൂ. എന്തായാലും നമുക്ക് നടന്നു കയറി വരാൻ സാധിച്ചു. അതൊരു ഭാഗ്യമാണ്. ഓക്കെ, അങ്ങനെ അത് മുന്നോട്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, അതാണ് കുതിരപ്പുറത്തേറിയ ജംഗീസ് ഖാൻ്റെ പ്രതിമ. അപ്പോൾ ഇപ്പോൾ കുതിരയുടെ തലയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുതിരയുടെ തലയിൽ നിന്നാൽ തല നേരെ കാണത്തില്ല. ഇതാ വന്ന വഴിയാണ്. വന്ന വഴി കോണിപ്പടി കയറി ആണ് ഞങ്ങൾ വന്നത്. പിന്നെ ലിഫ്റ്റിലും വരാം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇപ്പോൾ നിൽക്കുന്ന കുതിരയുടെ തല, അവിടെ നിന്നും പിന്നെയും കുറേ ഉയരത്തിലാണ് ജംഗീസ് ഖാൻ ഉള്ളത്. അപ്പം അതിൻ്റെ ഹൈറ്റ് ആകെ എത്രയുണ്ട് എന്ന് ഓർത്ത് നോക്കുക. അപ്പം മൊത്തം 40 മീറ്റർ ഏറ്റവും ഉയരം കൂടിയ അശ്വാരൂഢ നായകൻ്റെ പ്രതിമയാണ്. ഇപ്പോൾ കുതിരയുടെ തലയിൽ നിൽക്കുന്നത് കൊണ്ട് കുതിരയുടെ തല നമുക്ക് ഇവിടെ തലയിൽ നിന്ന് നോക്കുന്നത് കൊണ്ട് അത് കാണത്തില്ല. അപ്പം അതാ ജംഗീസ് ഖാൻ്റെ നോക്കണം, അത്രയും ഉയരത്തിലാണ്. എല്ലാ ഗൗരവത്തോടും കൂടി നിൽക്കുന്നു. വളരെ മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഒരു പ്രതിമ തലയിലാണ് നിൽക്കുന്നത്. കുതിരയുടെ തലയുടെ ഒരു ചെറിയ ഭാഗം കാണാം. വളരെ വിശാലമായ പുൽത്തകിടി ആണ് കാണുന്നത്. ഇവിടെയാണ് നാടോടി ജീവിതം നയിക്കുന്ന മംഗോളിയൻസ് ജീവിക്കുന്നത്. ഇപ്പോഴും ബഹുഭൂരിപക്ഷം പേരും ഇതേപോലെ നാടോടി ജീവിതം, നോമാഡിക് ലൈഫ് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഓരോ മാസം കൂടുമ്പോഴും ഒരു 3-4 പ്രാവശ്യമെങ്കിലും അവർ വീട് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറും. കാരണം അവരുടെ ലൈഫ് സ്റ്റോക്കിന് എന്ന് പറഞ്ഞാൽ കുതിര തുടങ്ങിയ ജീവജാലങ്ങൾക്ക്, കുതിര, ഒട്ടകം, ഓക്സൻ, യാക്ക്, ചെമ്മരിയാട് എന്നീ എല്ലാ മൃഗങ്ങൾക്കും ഭക്ഷണം ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ഭക്ഷണം തീരുന്ന മുറയ്ക്കാണ് അവർ അടുത്ത ഭാഗത്തേക്ക് നീങ്ങുന്നത്. ഓക്കെ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ജംഗീസ് ഖാൻ 12-ാം നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ ബഹുഭൂരിഭാഗവും കീഴടക്കിയ കൂട്ടത്തിൽ ഇന്ത്യയും കീഴടക്കി എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾ, അനന്തരഗാമികൾ, ഡിസെൻഡൻസ് ആണ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യ കീഴടക്കിയത്. അദ്ദേഹത്തിൻ്റെ ഭരണശേഷം ബാക്കി അദ്ദേഹത്തിൻ്റെ മക്കൾ അത്ര ശക്തർ അല്ലാതിരുന്നത് കൊണ്ട് അവർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാവുകയും പല ഭാഗങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വിഭജിക്കപ്പെടുകയും അതിൽ ഒരു വളരെ ഡിസെൻഡൻ്റ് ആയിട്ടുള്ള തിമൂർ ഉസ്ബെക്കിസ്ഥാൻ നാക്കുളുക്കണ പേരാ വന്ന് കേന്ദ്രമാക്കി ഭരിക്കുകയും അതിൻ്റെ തലസ്ഥാനമായ സമർഖണ്ഡ്
സമർഖണ്ഡ് കേന്ദ്രമാക്കി ഭരണം നടത്തുകയും അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്രയുടെ ഭാഗമായി ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ വന്ന് പുള്ളിക്കാരൻ ഓരോ സ്ഥലത്തും ചെന്ന് കൊള്ളയടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സ്വഭാവമാണ്. അങ്ങനെ തിമൂർ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ തിമൂറിൻ്റെ മകൻ്റെ മകൻ കുറേ അങ്ങോട്ട് പോകുമ്പോഴേക്കാണ് ബാബർ വരുന്നത്. ബാബർ കാശ്മീരിൽ വന്നു, പറഞ്ഞതറിയാമല്ലോ, ഇത്ര മനോഹരമായ സ്ഥലം അദ്ദേഹം കണ്ടിട്ടില്ല, ലോകത്തൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് എന്നൊക്കെ പറഞ്ഞ ആള്. അദ്ദേഹത്തിൻ്റെ മകൻ ബാബർ, ഹുമയൂൺ, അക്ബർ, ഷാജഹാൻ, ഔറംഗസീബ്, ബഹദൂർ ഷാ സഫർ II, അദ്ദേഹം പിന്നെ അവസാനത്തെ മുഗൾ ഭരണാധികാരി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തോൽപ്പിച്ചു, ജയിലിലടച്ചു. അതോടുകൂടി മുഗൾ ഭരണം അവസാനിക്കുകയാണ്. ഇതിൽ യഥാർത്ഥത്തിൽ ബഹദൂർ ഷാ സഫർ ഒരു കവിയും കൂടെ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഇത്തരുണത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായ കവിത ഒരു ഗസലായിട്ട് നമ്മുടെ മെഹ്ദി ഹസൻ അവതരിപ്പിച്ചിട്ടുണ്ട്, ട്യൂൺ നൽകി. അത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. ബാത്ത് കരനെ മുझे മുഷ്കിൽ കഭി ഐസേ तो न थे बात करनी. അപ്പം അങ്ങനെയുള്ള കലാകാരന്മാരും ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ജംഗിസ് ഖാൻ്റെ അനന്തരഗാമികൾ, ഡിസെൻഡൻസ്, അനന്തര അവകാശികൾ വളരെ കുറേ താഴോട്ട് വരുമ്പോൾ അവരാണ് ഇന്ത്യയിൽ വന്ന് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത്. എന്തു തന്നെയായാലും ക്രൂരനായ ഭരണാധികാരി എന്ന് ആക്രമിക്കപ്പെടുന്നവർ പറയുന്നുവെങ്കിലും മംഗോളിയൻസിന് ഒരു വലിയ ഹീറോയാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ജംഗിസ് ഖാൻ മയമാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു വലിയ ഹീറോ തന്നെയാണ് എന്ന് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ കഠിനമായ പ്രകൃതി, എക്സ്ട്രീം വെതർ കണ്ടീഷൻസ്, അതുപോലെ കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ച, പാടുപെട്ട് കഷ്ടപ്പെട്ട് ജീവിച്ച മംഗോളിയൻസ് ആ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും അവർ കരുത്തരായി മാറിയില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. വളരെ വിശാലമായ സ്റ്റെപ്പികൾ, പരന്നു കിടക്കുന്ന പുൽമേടുകൾ, അവിടെ മറ്റൊന്നും വളരുന്നില്ല. അണ്ടർഗ്രൗണ്ടിൽ വളരുന്ന പൊട്ടറ്റോസ് തുടങ്ങിയ കാരറ്റ് തുടങ്ങിയ ചില സംഗതികൾ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ലൈഫ് സ്റ്റോക്കിനെ വളർത്തലാണ്. അത് പുല്ല് തീരുമ്പോൾ അടുത്ത ഭാഗത്തേക്ക് നീങ്ങണം. അതികഠിനമായ തണുപ്പ്, ഭയങ്കര തണുപ്പുള്ള, വലിയ തണുപ്പുള്ള കാറ്റ്, ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ലൈഫ് സ്റ്റോക്കിനെ വളർത്തി. അതേ അവസരത്തിൽ ഏറ്റവും ശക്തരായ കുതിരകൾ ഉള്ള നാട്, ഇപ്പോഴും ഏറ്റവും കൂടുതൽ കുതിരയുള്ള നാടുകളിൽ ഒന്നാണ്. അവർക്ക് കുതിര വേണം. ഈ സ്റ്റെപ്പിയിൽ കൂടി അതിശീഘ്രം പാഞ്ഞു പോകുന്നതിന് കുതിര അവർക്ക് വളരെ ആവശ്യമാണ്. അങ്ങനെ കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിട്ടുകൊണ്ട് മുന്നേറിയ ജനത കായികമായും മാനസികമായും കരുത്തരായി, നല്ല വിൽ പവർ ഉള്ളവരായി മാറി. മാത്രമല്ല വലിയ അശ്വാഭ്യാസികളും വില്ലാളി വീരന്മാരുമായിരുന്നു അവർ. അങ്ങനെ നാടോടി ജീവിതം നയിച്ച അവരെ കൂട്ടിയിണക്കി അത് മുന്നോട്ട് നയിച്ച് 12ാം നൂറ്റാണ്ടിൽ ജംഗിസ് ഖാൻ നേടിയെടുത്ത വിജയമാണ്. അപ്പോൾ അവർ അത് നേടിയില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. കാരണം അങ്ങനെയുള്ള ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. അവർ ജീവിത യാഥാർത്ഥ്യത്തെ നേരിട്ട് കൊണ്ടാണ് അവർ ജീവിച്ചത്. നമ്മൾ കേരളത്തിൽ എല്ലാം സുഭിക്ഷമായി ലഭിക്കുന്ന കേരളത്തിലെ പോലെ സുഖമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഉള്ള കേരളത്തിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര മനസ്സിലാവില്ല. നമ്മുടെ ആളുകളെ തന്നെ നോക്കിയാൽ അറിയാമല്ലോ, കുടവയറും ഒക്കെ ആയിട്ട് ആ ഒരു രീതിയാണ്. മറ്റു വളരെ ആരോഗ്യ ദൃഢഗാത്രരാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ആ ജനത അങ്ങനെ നേടിയതാണ് അവരുടെ വിജയം. അവരുടെ ഏറ്റവും വലിയ നേതാവ് ആണ് ജംഗിസ് ഖാൻ. ജംഗിസ് ഖാൻ മയമാണ് മംഗോളിയ. ഓക്കെ, ഫോട്ടോ എടുക്കുകയാണ്. അത് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് നമ്മുടെ ഷിജിൻ സഞ്ചാരത്തിൻ്റെ ടൂർ മാനേജറാണ് ഫോട്ടോ എടുക്കുന്നത്. ആരുടെ ഫോട്ടോ ആണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ സന്ദീപ്
എന്ന് പറയുന്ന ഡോക്ടർ സന്ദീപ് എൻ്റെ സഹമുറിയനാണ്. സന്ദീപ് ജി ഒന്ന് ഹായ്. അപ്പോൾ അതാണ് സംഭവം. ഇത് നോക്കുക, ഒട്ടുകൾ കാണാം. വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. അപ്പോൾ അത് എത്ര കണ്ടാലും മതി വരില്ല. ഇപ്പം നല്ല കാറ്റുണ്ട്, തണുത്ത കാറ്റുണ്ട്, നല്ലൊരു കാലാവസ്ഥ. എത്ര നേരം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉറക്കം പോലും വേണ്ട. നമ്മുടെ ഷിജിൻ സാറ്, ടൂർ മാനേജർ സാറിന് തിരിച്ചു വരണമെന്ന് പോലും തോന്നുന്നില്ല. അത്ര മനോഹരമായ സ്ഥലം. നിൽക്കുന്നു, കൈ കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ ടൂർ മാനേജർ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്താം. ഒന്നുകൂടെ കണ്ടുകൊള്ളണം. അതാണ് ജംഗിസ് ഖാൻ. ഓക്കെ, ഇനി താഴേക്ക് ഇറങ്ങുകയാണ്. സുഹൃത്തുക്കളൊക്കെ എവിടേക്കോ എത്തി. അത് മറ്റൊന്നുമില്ല, നമുക്കൊരു ഗൈഡ് മൈക്കൽ. അത് ഒരു മംഗോളിയൻ വംശജനാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ഇംഗ്ലീഷിൽ വിവരിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ കൂടെ ടീമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ സുഹൃത്തുക്കൾ. ലിഫ്റ്റുണ്ട്, 3-ാം നിലയിലുണ്ട്. 3-ാം നില വരെ ചെന്നാൽ ലിഫ്റ്റ് കിട്ടും. പിന്നെ അവിടെ താഴോട്ടുണ്ട്. അല്ല, അതിന് മേടിക്കും. ഇപ്പൊ നമ്മൾ ഏറ്റവും ടോപ്പിലല്ലേ നിൽക്കുന്നത്. ഇനി അടുത്ത നിലയിലുണ്ട് ലിഫ്റ്റ്. ഇവിടെ ഒരു സുവനീർ ഷോപ്പ്. ബെനിച്ചേട്ടാ ഹായ്. അപ്പോൾ നമ്മുടെ സുഹൃത്താണ്. ഞാൻ ബെന്നിച്ചേട്ടൻ പറഞ്ഞ് ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സഞ്ചാരത്തിൽ ബുക്ക് ചെയ്തത്. അവരൊക്കെ സുവനീറുകൾ വാങ്ങി തന്നെ പോകുള്ളൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഡോക്ടർ സ്മിത ഫ്രം ഗോവ നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. ദീപാജി, സുജ മാഡം, ലീല ഐസക്, ദീപാജി. Hi YouTube viewers. Thank you. അപ്പോൾ മതി. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ ഇവിടെ കുറച്ച് ലൈറ്റ് കുറവായതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം. അപ്പോൾ സുഹൃത്തുക്കളെ, ജംഗിസ് ഖാൻ പ്രതിമയുടെ ചുവട്ടിലെ നില അടിഭാഗം ാണ് നിൽക്കുന്നത്. വളരെ മനോഹരമായ പെയിൻറ്റിങ്ങുകളാണ്. അതിമനോഹരമായ പെയിൻറ്റിങ്ങുകളാണ്. വിശിഷ്യ ഈ കുതിരകളുടെ പെയിൻറ്റിങ്, ആ കുതിരകളുടെ പെയിൻറ്റിങ് കുതിരകളുടെ പെയിൻറ്റിങ് വിശിഷ്യ എടുത്തു പറയണം. അവയുടെ ആ ഒരു പവർ, ശക്തി ദ്യോതിപ്പിക്കുന്ന പെയിൻറ്റിങ്ങുകളാണ്. അത്യുഗ്രൻ. ഒരു കാലത്ത് ലോകം കീഴടക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായിരുന്നു. അതോടൊപ്പം മംഗോളിയൻസ് ചെങ്കിസ് ഖാൻ്റെ പീരീഡിൽ നല്ല
ആർച്ചേഴ്സായിരുന്നു, നല്ല വില്ലാളി വീരന്മാരായിരുന്നു. അപ്പോൾ അമ്പുമില്ലിൻ്റെ കണ്ടുപിടുത്തം കുതിരപ്പുറത്ത് അതിശീഘ്രം സഞ്ചരിക്കാം എന്നുള്ള കണ്ടെത്തൽ, ഇത് രണ്ടുമാണ് ജിങ്കിസ് ഖാനെ പോലെയുള്ളവരെ ലോക ജേതാക്കളാക്കിയത്. മംഗോളിയൻസിനെ ലോക ജേതാക്കൾ. ഇവിടുത്തെ ഭൂപ്രകൃതി സ്റ്റെപ്പീസ് നേരത്തെ പറഞ്ഞതുപോലെ വിശാല പുൽമേടുകൾ, അന്തമില്ലാതെ പരന്നു കിടക്കുന്ന പുൽമേടുകളിലൂടെ അതിശീഘ്രം പായണമെങ്കിൽ അവർക്ക് കുതിര എത്രത്തോളം അത്യാവശ്യമാണ് എന്ന് ആലോചിക്കുക. നമുക്ക് അത് അത്ര പ്രാധാന്യമായിട്ട് തോന്നില്ല. കേരളത്തിൽ ചെറിയ ചെറിയ ഭാഗങ്ങൾ, മൊത്തം ഒരു സിറ്റി എന്ന് പറയാവുന്നതാണല്ലോ, തിക്ലി പോപ്പുലേറ്റഡ്, 5 സെൻറ്റ് 10 സെൻറ്റിലൊക്കെ വീട് വെച്ച് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പ്രാധാന്യം തോന്നുകയില്ല. പക്ഷേ വിശാലമായ പുൽമേടുകളിലൂടെ അതിശീഘ്രം പായുന്നതിന് നോമാഡിക് ലൈഫ്, വർഷത്തിൽ 20, 30, 40 പ്രാവശ്യം കൂടാരങ്ങൾ മാറുന്നു, കൂടാരങ്ങൾ അഴിച്ച് കൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവരെ ഏറ്റവും സഹായിച്ച ജീവിയാണ് കുതിര. അതുകൊണ്ട് തന്നെ കുതിരയോട് അവർക്ക് പ്രത്യേക സ്നേഹവും ഒരു ബഹുമാനവുമാണ്. ആ ജീവിയെ, അതിൻ്റെ പ്രതിമകളും ഒക്കെ എമ്പാടും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഇരട്ടപ്പൂഞ്ഞുള്ള ക്യാമൽസ്, അതിൻ്റെ കാര്യം പറഞ്ഞില്ല. ഇത്രയും എൻഡുറൻസ്, ഇത്രയും ശക്തിയുള്ള ഒരു ജീവി, അതായത് ഈ ഇരട്ടപ്പൂഞ്ഞുള്ള ഒട്ടകങ്ങൾ എത്രയും വലിയ, കുതിരയുടെ അത്ര സ്പീഡില്ലെങ്കിൽ പോലും എത്രയും ഭാരമേറിയ ചുമട് വഹിച്ചുകൊണ്ട് അതിദീർഘമായ സ്റ്റെപ്പുകളിലൂടെ സഞ്ചരിക്കുന്നതിന് ഇവർക്ക് സഹായമായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ കൂടാരം മാറ്റം, നോമാഡിക് ലൈഫ് കൂടാരം മാറ്റം, അതിൻ്റെ ഭാഗമായ കൂടാരം മാറ്റൽ ഒരു ചടങ്ങാണ്. പക്ഷേ അത് വളരെ ഈസിയായി നടത്തുന്നതിന് അവരെ സഹായിച്ചിട്ടുള്ള മൃഗങ്ങളാണിതൊക്കെ. കുതിരകൾ, ഇരട്ടപ്പൂഞ്ഞുള്ള ഒട്ടകങ്ങൾ, യാക്കുകൾ, ഓക്സൻ, ഇവിടുത്തെ പ്രത്യേകതരം കന്നുകാലികൾ ഒക്കെ ഇവരുടെ ലൈഫ് സ്റ്റോക്കിൽ പെടുന്നതാണ്. ഓക്കെ.